അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറുപ്പം മുതൽ തന്നെ തെമ്മാടിത്തരവും കളവും വഞ്ചനയും മോഷണവുമൊക്കെയായി നടന്നവനാണ് കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ള. ദർസിൽ പഠിക്കുന്ന കാലത്ത് അവനെ കൊണ്ടുള്ള ശല്യം മറ്റു സഹപാഠികൾക്ക് ഉണ്ടായ അനുഭവം പല സഹപാഠികളും ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട്. മാത്രവുമല്ല, 2 മക്കളുള്ള ഒരു പെണ്ണിനെ ചതിച്ച കഥ ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അത് നിഷേധിക്കാനോ എന്നോട് തെളിവ് ചോദിക്കാനോ കുരുവട്ടൂരി കൂലിപ്രഭാഷകരായ നൗഷാദ് ഒസാനിക്കോ തെറിയൂർ കുഞ്ഞമ്മദിനോ സമദ് ആനവാരിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധാരണ ഒരാൾ ഒരാരോപണം ഉന്നയിച്ചാൽ അങ്ങോട്ടാണ് തെളിവ് ചോദിക്കാറുള്ളത്. സുന്നി പണ്ഡിതന്മാരെ കുറിച്ചും സുന്നി പ്രവർത്തകരെ സംബന്ധിച്ചും ഒരുപാട് ആരോപണങ്ങൾ നൗഷാദും സമദും തെറിയൂർ കുഞ്ഞമ്മദും പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ അങ്ങോട്ട് തെളിവ് ചോദിച്ചു. ഇന്ന് വരെ അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾക്ക് തെളിവ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ അവരുടെ പിന്നാലെ നടക്കുകയാണ്. പക്ഷേ അവർക്ക് തെളിവും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊന്ന് വായ അടച്ചിരുന്നാ മതി, ഞങ്ങളുടെ കഞ്ഞികുടി മുട്ടിക്കാതിരുന്നാൽ മതി എന്ന നിലപാടാണ് അവർക്കുള്ളത്. കാരണം അവർക്കറിയാം, ഞാൻ പറഞ്ഞ ഓരോ കാര്യത്തിനും അതിനൊക്കെ തെളിവ് അവരുടെ ഗ്രൂപ്പുകളിൽ വെച്ചും അവരുടെ സദസ്സുകളിൽ വെച്ചും അല്ലാതെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തെളിവ് ചോദിക്കാൻ അവർ ഭയപ്പെടുന്നത്. ഇങ്ങനെയുള്ള തോന്നിവാസം മാത്രം ചെയ്യുന്ന കോമാട്ടുചാലിൽ അബ്ദുള്ള ഗ്ലോബൽ വില്ലേജിൽ പോയി അന്യ പെണ്ണുങ്ങളുടെ നഗ്നമേനി കണ്ട് ഡാൻസ് കണ്ട് ആഹ്ലാദിച്ച് ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളയും അവന്റെ ഷെയ്ഖായ നിസ്കരിക്കാത്ത ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിന്ന മറ്റു പല തോന്നിവാസങ്ങളും ചെയ്ത് മുസ്ലിമാണെന്ന് പോലും പറയാൻ പറ്റാത്ത ബീരാണ്ടിയും അതുപോലെ മീനങ്ങാടി സുലൈമാൻ കള്ളനാണ്, അവനെ ചവിട്ടി പുറത്താക്കൂ എന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്. ആ മീനങ്ങാടി സുലൈമാനും മുറബിയാണ്, ഷെയ്ഖാണ്. ലോകം മൊത്തം അവരുടെ നിയന്ത്രണത്തിലാണ്. മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് അവർ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇനി അല്ലാഹു തആലക്ക് അവരുടെ നിയന്ത്രണത്തെ ചോദ്യം ചെയ്യാനോ അത് പിൻവലിക്കാനോ ഉള്ള അധികാരമില്ല. അള്ളാഹുവിനേക്കാൾ ഇപ്പോൾ അധികാരമുള്ളത് കോമാട്ടുചാലിൽ അബ്ദുള്ളക്കും പീരാണ്ടിക്കും മീനങ്ങാടി സുലൈമാനുമാണ്. തുടങ്ങി കാഫിറായി പോകുന്ന പല വാദങ്ങളും പറഞ്ഞുകൊണ്ടാണ് അവർ ജനങ്ങളെ വഴിപേപ്പിക്കാൻ നടക്കുന്നത്. ഇവരുടെ കൈ പിടിച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല, സ്വർഗം ഉറപ്പാണ് എന്നൊക്കെയാണ് വെച്ച് കാച്ചുന്നത്. അവർക്ക് അല്ലാഹുവിനോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബാക്കളോടും അങ്ങേയറ്റം വെറുപ്പാണ്. സ്വഹാബാക്കളുടെ കൈ പിടിച്ചാൽ ചിലപ്പോൾ പേച്ചു പോകും. എന്നാൽ കോമാട്ടിന്റെയും ബീരാണ്ടിയുടെയും മീനങ്ങാടി സുലൈമാന്റെയും കൈ പിടിച്ചാൽ ഒരിക്കലും വഴിപേച്ചു പോവുകയില്ല എന്ന് വെച്ച് കാച്ചുന്ന കുരുവട്ടൂരികളുടെ നട്ടല്ലൊടിക്കുന്ന വെല്ലുവിളിയാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ഈ നിസ്കരിക്കാത്ത മുസ്ലിമാണോ എന്ന് പോലും സംശയിക്കുന്ന ബീരാണ്ടിയും മീനങ്ങാടി സുലൈമാനും കോമാട്ടുചാലിൽ അബ്ദുള്ളയും അമ്പിയാക്കളുടെ വാരിസീങ്ങളാണ്. അമ്പിയാക്കൾക്ക് പകരമുള്ളവരാണ്. അമ്പിയാക്കളിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരിൽ നിന്നുണ്ടാകുമെന്ന് കള്ളപ്രചരണം നടത്തിയ കുരുവട്ടൂരികളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. കുരുവട്ടൂരികൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ളയും ബീരാണ്ടിയും മീനങ്ങാടി സുലൈമാനും കള്ളന്മാരല്ല, അവർ മശായിഖന്മാരാണ് എന്ന് തെളിയിക്കാൻ ഇതുവരെ കുരുവട്ടൂരികൾക്ക് സാധിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ സാധിക്കുകയുമില്ല. ആ ജാഗ്രതയിൽ നിന്ന് തടിയൂരാൻ വേണ്ടി കാന്തപുരം ഉസ്താദിന്റെ പേരിൽ കള്ളപ്രചരണം നടത്തുകയാണ്. ഔലിയാക്കളെ കാന്തപുരം ഉസ്താദ് നിന്ദിച്ചു എന്ന കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന കള്ളനെയും ഈരാണ്ടി കള്ളനെയും മീനങ്ങാടി സുലൈമാൻ എന്ന കള്ളനെയുമാണ് കാന്തപുരം ഉസ്താദ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ഔലിയാക്കളെ നിന്ദിക്കലാവുന്നത്? നമുക്ക് കാന്തപുരം ഉസ്താദിന്റെ വെല്ലുവിളി ഒന്ന് കേട്ടു നോക്കാം. സൂര്യന് നിശ്ചയിച്ച റൂട്ടിലൂടെ സൂര്യൻ നടക്കുന്നു. അത്
ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഐക്യരാഷ്ട്ര സഭയുടെ തീരുമാനമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും കൂടിയ തീരുമാനവുമല്ല, മറിച്ച് തഖ്ദീറുൽ അസീസുൽ അലീം, അത് അസീസായ അലീമായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഇങ്ങനെ എല്ലാം നടക്കുന്നു. ആ സൂര്യനോടാണ് പറഞ്ഞത് കൊണ്ട് മടങ്ങി വരണം. ഉടനെ മടങ്ങി വന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഒന്നുകൊടുത്ത് നിസ്കരിച്ചോ. അലി റളിയല്ലാഹു അൻഹു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് അസ്തമിക്കാതെ നിന്ന് കൊടുത്തു. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും ആണ്. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മടക്കി വിളിക്കട്ടെ, ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ്, കുത്തുബാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ല. അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ, നമുക്കൊന്ന് കാണാമല്ലോ. അതൊരിക്കലും വരില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതനുസരിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വന്നു. ഇത് അതാണ് മുഅ്ജിസത്ത്, കറാമത്ത് എന്നെല്ലാം പറയുന്നു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കറാമത്തും ആണ്. അതുപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെറിയ കുഞ്ഞ് മുല കുടിക്കുന്ന കുഞ്ഞ് ആണ്. എന്നാൽ മുലപ്പാലമില്ല, വെള്ളം കൊടുക്കാൻ വെള്ളവുമില്ലാതെ കേട്ടല്ലോ സഹോദരങ്ങളെ, ഒന്നൊന്നര വെല്ലുവിളിയാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. കോമാട്ടുചാലിൽ കോഴി അബ്ദുള്ള എന്ന കാട്ടുകള്ളൻ, വീരാണ്ടി എന്ന നിസ്കരിക്കാത്ത ഖുർആനിന്റെ മുകളിൽ ചവിട്ടി നിന്ന കാട്ടുകള്ളൻ, മീനങ്ങാടി സുലൈമാൻ എന്ന കാട്ടുകള്ളൻ, ഇവരെ പോലെയുള്ളവരെയാണ് കാന്തപുരം ഉസ്താദ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇനി ഔലിയാക്കളെ നിന്ദിക്കലാണ് എങ്കിൽ കുരുവട്ടൂരികളെ നിങ്ങൾ ചെയ്യേണ്ടത്, അവർ കള്ളന്മാരല്ല, അവർ യഥാർത്ഥ മശായിഖന്മാരാണ്, അവർ യഥാർത്ഥ ഔലിയാക്കളാണ് എന്ന് തെളിയിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. കാന്തപുരം ഉസ്താദിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കോമാട്ടുചാലിൽ അബ്ദുള്ളയോടോ മീനങ്ങാടി സുലൈമാനോടോ അസ്തമിച്ച സൂര്യനെ തിരിച്ചു വിളിച്ച് കാണിക്കാൻ പറയൂ. അങ്ങനെ തെളിയിക്കൂ കുരുവട്ടൂരികളെ. അത് തെളിയിക്കേണ്ട ബാധ്യത കുരുവട്ടൂരികൾക്കാണ്. അത് തെളിയിച്ചതിനു ശേഷം കാന്തപുരം ഉസ്താദ് ഔലിയാക്കളെ നിന്ദിച്ചു എന്ന് പറഞ്ഞു വരൂ. അപ്പോൾ ഞങ്ങളും സമ്മതിച്ചു തരാം. അല്ലാതെ കാട്ടുകള്ളന്മാരായ കോമാട്ടുചാലിൽ അബ്ദുള്ളയെയും വീരാണ്ടിയെയും മീനങ്ങാടി സുലൈമാനെയും വെല്ലുവിളിച്ചതിന്റെ പേരിൽ ഔലിയാക്കളെ നിന്ദിച്ചു എന്ന കുരുവട്ടൂരി കള്ളപ്രചരണം സുന്നികൾക്കിടയിൽ വിലപ്പോവുകയില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.